നമസ്കാരം. സൗഹൃദങ്ങൾ എങ്ങനെയാവണമെന്ന് എന്നോട് ചോദിച്ചാൽ മുരുക്കും കുരുമുളക് വള്ളിയും പോലെ ആവണമെന്ന് ഞാൻ പറയും. എല്ലാവർക്കും നല്ലൊരു വ്യാഴാഴ്ച നേരുന്നു. എൻ്റെ പറമ്പിൽ വലിയൊരു നെല്ലിമരമുണ്ടായിരുന്നു. വർഷാവർഷം ഒരുപാട് നെല്ലിക്ക ലഭിക്കുമായിരുന്നു. അതിനടുത്ത് തന്നെ ഒരു മുള്ളുമുരുക്കും നിന്നിരുന്നു. നിറയെ ഫലമുള്ളത് കൊണ്ടായിരിക്കണം ഈ നെല്ലിമരത്തിന് മുരുക്കിനോടെന്നും പുച്ഛമായിരുന്നു. ഒരു നാൾ ആ മുരുക്കിൽ ഞാനൊരു കുരുമുളക് വള്ളി നട്ടു. ആ കൂട്ടുകാരനെ കിട്ടിയതിൽ മുരുക്കിന് സന്തോഷം തോന്നി. പക്ഷെ കുരുമുളക് വള്ളിക്ക് അത്ര സന്തോഷമൊന്നും തോന്നിയില്ല. അടുത്ത് നല്ലൊരു നെല്ലിമരം ഉണ്ടായിരുന്നിട്ട് എന്നെ ഈ മുള്ളുമുരുക്കി കൊണ്ടിട്ടത് എന്തിനായിരുന്നു എന്ന ചിന്തയായിരുന്നു അതിന്. അങ്ങനെ ഇരിക്കെ നെല്ലിമരത്തിന് ഒരു കൂട്ടുകാരനെ കിട്ടി. കുറച്ച് നാളുകൾ അങ്ങനെ കഴിഞ്ഞുപോയി. നല്ലൊരു മഴക്കാലത്തിന് ശേഷം അതുവഴി ചെന്ന ഞാൻ അത്ഭുതപ്പെട്ടുപോയി. നെല്ലിമരം ശോഷിച്ച് ഉണങ്ങി നിൽക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? എന്ത് പറ്റി നെല്ലിമരമേ ഇങ്ങനെ സംഭവിക്കാൻ? എന്താ കാരണം എന്ന് ഞാൻ ചോദിച്ചു. എന്ത് പറയാനാ ചങ്ങാതി, എനിക്കൊരു സുഹൃത്തിനെ കിട്ടിയപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. പേര് കേട്ടപ്പോൾ തന്നെ എത്ര സുന്ദരം, ഇത്തിൽ കണ്ണി. വന്ന സമയത്ത് എന്നോട് എന്ത് കാര്യമായിരുന്നെന്നറിയാമോ? എൻ്റെ ചില്ലയിൽ ഞാൻ അവന് ഇടം നൽകി. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കുന്നത്. എന്നിൽ നിന്ന് അവനെല്ലാം ഊറ്റുകയായിരുന്നു. ഇപ്പോൾ എനിക്ക് ഫലം കായ്ക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, അല്പ നാളുകൾക്കുള്ളിൽ തന്നെ ഞങ്ങൾ രണ്ടുപേരും ഇല്ലാതാകും. നെല്ലിമരം എന്നോട് പറഞ്ഞു. തൊട്ടടുത്ത് നിന്ന് ഇലകൾ ഇളകുന്ന ശബ്ദം കേട്ട് ഞാൻ അങ്ങോട്ട് നോക്കി. അതാ ആ കുരുമുളക് വള്ളി മുള്ളുമരിക്കിനോട് പറ്റിച്ചേർന്ന് മുകളിലേക്ക് വളർന്നിരിക്കുന്നു. മാത്രമല്ല അതിൽ നിറയെ കുരുമുളക് തിരികൾ. ഞാൻ കുരുമുളക് വള്ളിയോട് ചോദിച്ചു, എന്താ ഇത്ര സന്തോഷം? എൻ്റെ സുഹൃത്തെ, എന്നെ ഇവിടെ കൊണ്ടുവന്ന് നട്ടപ്പോൾ കൂട്ടുകാരനായി കിട്ടിയത് ഒരു പ്രയോജനവുമില്ലാത്ത ഈ മുരുക്കിനെയാണല്ലോ എന്ന് ആലോചിച്ച് ഞാൻ ചിന്തിച്ചിരുന്നു. എന്നിട്ട് എനിക്കതിൽ വിഷമവും ഉണ്ടായിരുന്നു, നീരസവും ഉണ്ടായിരുന്നു. പലപ്പോഴും അവനെന്നെ ചേർത്ത് നിർത്താൻ ശ്രമിച്ചപ്പോൾ മുള്ളുകൊണ്ട് എനിക്ക് വേദനിച്ചു, അസഹ്യമായി തോന്നി. എന്നാൽ അവൻ എനിക്ക് എത്രമാത്രം വിലപ്പെട്ടതായിരുന്നു എന്ന് ഈ കഴിഞ്ഞ ഇടവപ്പാതി മഴക്കാലത്താണ് ഞാൻ തിരിച്ചറിഞ്ഞത്. മഴയോടൊപ്പം ശക്തമായ കാറ്റും വീശിയടിച്ചു. ഞാൻ വീണു പോകുമോ എന്ന് ഭയപ്പെട്ടു. എന്നാൽ ഞാൻ വീണില്ല. മുള്ളുണ്ടെങ്കിലും പരുക്കനാണെങ്കിലും അവൻ എന്നെ ചേർത്ത് നിർത്തി. ആദ്യമൊക്കെ വേദന തോന്നിയെങ്കിലും ഇപ്പോൾ അവൻ എൻ്റെ ഉറ്റ ചങ്ങാതിയാണ്. ഇത് കേട്ടുകൊണ്ട് നിന്ന മുരുക്ക് വിനീതമായി പറഞ്ഞു, ഈ കുരുമുളക് വള്ളി എന്നോടൊപ്പം ചേർന്നത് കൊണ്ട് എനിക്കൊരു വിലയും നിലയും ഒക്കെ വന്നു. ഇന്നേ വരെ ആരും എനിക്ക് ഒരു വളവും നൽകിയിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഇവന് ലഭിക്കുന്ന പരിചരണങ്ങൾ ഞാനും കൂടി അനുഭവിക്കുന്നു. ഇവൻ എന്നോടൊപ്പം ഇല്ലായിരുന്നുവെങ്കിൽ എൻ്റെ ഗതി എന്തായേനെ? എന്തായാലും ഒരു കാര്യം ഉറപ്പായും പറയാം, ഇവനില്ലാതെ ഞാനുമില്ല, ഞാനില്ലാതെ ഇവനുമില്ല. ഒരു നിമിഷം ഒന്ന് ചിന്തിക്കൂ, ഈ 4 പേരിൽ ഏതെങ്കിലും ഒന്ന് നമ്മെ പ്രതിനിധാനം ചെയ്യുന്നില്ലേ? അതിനാൽ ഒരു ഇത്തിൽ കണ്ണിയാകെ മാറാതിരിക്കുക. അഭയം നൽകാം, പക്ഷേ തിരിച്ചറിയുക, എപ്പോഴും മുരുക്കും കുരുമുളക് വള്ളിയും പോലെ ആവുക. എല്ലാവർക്കും നല്ലൊരു വ്യാഴാഴ്ച നേരുന്നു. ശുഭദിനം.